കാസർഗോഡ് ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട 16 വയസ്സുകാരനെ പീഡിപ്പിച്ച സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. പയ്യന്നൂർ കോറോത്ത് സ്വദേശി ഗിരീഷാണ് അറസ്റ്റിലായത്. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 10ആയി. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ജോസഫ്, ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട് പ്രായപൂർത്തിയാകാത്ത ഒരാൺകുട്ടിയെയാണ് പീഡിപ്പിച്ചിരിക്കുന്നത്. 10 പേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേസിൽ എത്ര പ്രതികൾ ഉണ്ടെന്നാണ് പോലീസ് കണക്കാക്കുന്നത്? 16 വയസ്സുകാരന്റെ നില ഇപ്പോഴെന്താണ്? അതുല്യ, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് പുലർച്ചെയാണ് ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തത്. ഇതോടെ ഈ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 10ആയി എന്നുള്ളതാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് 19 പേരാണ് പ്രതിപട്ടികയിലുള്ളത്. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, എറണാകുളം ജില്ലയിൽപ്പെട്ടവരാണ് ഇവർ. ഇതിൽ 13 പേർ കാസർഗോഡ് ജില്ലയിൽപ്പെട്ടവരാണ്. ഇതിൽ 10 പേരെ ഇപ്പോൾ ഇതിനോടകം തന്നെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഊർജിതമായി തന്നെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട് 16കാരനെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയതുമായി ബന്ധപ്പെട്ട് ചന്തേര പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി ലഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പരിശോധനകൾ നടത്തിയതിനു ശേഷം സമൂഹത്തിലെ ഉന്നതരായ വ്യക്തികൾ അടക്കം പിടിയിലാവുകയായിരുന്നു. ബേക്കൽ വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ അടക്കം ഈ കേസിൽ പ്രതിയായിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ഇയാളെ ഇന്നലെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. പിന്നീട് ഈ വിദ്യാഭ്യാസ വകുപ്പ് ഇയാളെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഏകദേശം ബേക്കൽ പടന്നക്കാട് സ്വദേശിയായിട്ടുള്ള VK സൈനുദ്ദീൻ, RPF ജീവനക്കാരനായ പീരിക്കോട് എരവിലെ ചിത്രരാജ്, വെള്ളച്ചാലിലെ സുകേഷ്, വടക്കേക്കോവിലെ റഹീസ്, തൃക്കരിപ്പൂർ കരോളത്തെ കുഞ്ഞഹമ്മദ്, ചന്തേരയിലെ അഫ്സൽ, പടന്നക്കാട് റംസാൻ, ചെമ്പ്രക്കാനത്തെ നാരായണൻ, ഈമേനിയിലെ ഷിജിത്ത്, പയ്യന്നൂർ കോറത്ത് സ്വദേശിയായ ഗിരീഷ്, ഇത്രയും ആളുകളെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ കേസിൽ വലിയ ഗൗരവത്തോടു കൂടിയാണ് പോലീസ് നോക്കിക്കാണുന്നത്. 6ഓളം CIമാരുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് DYSPക്കാണ് ഇതിന്റെ അന്വേഷണ ചുമതല. എന്തായാലും സമീപ ജില്ലകളിലും ഈ പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള വ്യാപകമായ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. 2 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഡേറ്റിംഗ് ആപ്പിൽ 18 വയസ്സ് പൂർത്തിയായെന്ന് കാണിച്ച് ഈ വിദ്യാർത്ഥി ഇത്തരത്തിൽ അക്കൗണ്ട് തുടങ്ങുകയും ഇത്തരത്തിൽ ആളുകളെ കണ്ടെത്തി ബന്ധപ്പെടുകയും ചെയ്തത്. എന്തായാലും ഈ കുട്ടിയെ ഇപ്പോൾ കൗൺസിലിങ്ങിന് വിധേയമാക്കിയിട്ടുണ്ട്. കൂടുതൽ കൗൺസിലിങ്ങിനും വിധേയമാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിലവിലുള്ളത്. എന്തായാലും ഇതിനോടകം തന്നെ 10 പേർ പിടിയിലായിട്ടുണ്ട്. ഇന്നലെ 7 പേരെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തീവ്രമായി തന്നെ തുടരുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾ പിടിയിലാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. അത്തരത്തിലൊരു സൂചനയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി വരുന്നത്. 19-ലേറെ പേർ ഈ കേസിൽ ഉൾപ്പെട്ടതായാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വിദ്യാഭ്യാസ ഉപഡയറക്ടർ, അതുപോലെ തന്നെ ഫുട്ബോൾ പരിശീലകനായിട്ടുള്ള ആള്, ഇവരൊക്കെ ഈ കുട്ടികൾക്ക് സുരക്ഷ ഒരുക്കേണ്ട ആളുകളാണ്. ഈ സുരക്ഷ ഒരുക്കേണ്ട ആളുകളിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു അനുഭവം ഈ കുട്ടിക്ക് നേരിടേണ്ടി വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥനെതിരെ വകുപ്പ് തല അന്വേഷണം ഉണ്ടാകുമെന്നും ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. നിലവിൽ ഇപ്പോൾ 10 പേരാണ് പിടിയിലായിരിക്കുന്നത്. ഇതിൽ 7 പേരെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. അതുല്യ. ശരി ജോസഫ്, ഇനിയും 9 പേർ പിടിയിലാകാനുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടതും അതുപോലെ തന്നെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്നതും വിദ്യാഭ്യാസ ഉപജില്ലാ ഡയറക്ടർ അടക്കമുള്ള ആളുകൾ ഇത്തരത്തിൽ പിടിയിലായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ബാക്കിയുള്ളവരെ കൂടി പിടിക്കാനുള്ള നടപടികൾ ഊർജിതമായി തുടരുകയാണ്. നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ള 10 പേരിൽ 7 പേരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് ജോസഫ് അറിയിക്കുന്നത്.